ആഴ്ച പവർ ടീമിനെ എയറിലാക്കുമെന്നുള്ള കാര്യം 100% ഷുവർ ആയിരുന്നു നമുക്ക്. പവർ ടീം കുറച്ച് അഹങ്കാരം കൂടിപ്പോയില്ലേ എന്ന് തോന്നിപ്പോയി നമുക്ക്. പവർ ടീമിന് അധികാരങ്ങളാവാം, പക്ഷേ ഈ ആഴ്ച കൊടുത്തിരുന്ന ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഹോട്ടൽ ടാസ്ക് അതിമനോഹരമായിട്ട് അവിടെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഓണേഴ്സ് അതിമനോഹരമായി ആ ഹോട്ടൽ ടാസ്ക് പൂർത്തിയാക്കുന്നതിന് പകരം അവിടെ ഓണേഴ്സിന്റെ ഈഗോ ആണ് കൂടുതലായിട്ട് പ്രതിഫലിച്ചത്. അത് അവിടെ വന്ന ഗസ്റ്റുകൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിട്ടാണ് അവർ പോയത്. പിന്നെ ഗസ്റ്റുകൾ ആരെയും അങ്ങനെ മുഖത്ത് നോക്കി കുറ്റം പറയാതെ പോയതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വന്നവരാരും ഒരു പ്രശ്നവും പറഞ്ഞില്ല, നന്നായി എന്ന് പറഞ്ഞു. ഇത്ര നല്ല സ്വഭാവം സാബു ചേട്ടന്റെയും അതുപോലെ ശ്വേത മേഡമിന്റെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ പ്രമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ ശ്വേതയുടെ അടുത്തും സാബുവിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഹോട്ടൽ ടാസ്ക് എന്നുള്ളത്. അവരവിടെ പറയുന്നുണ്ട് അവിടെ ധാർഷ്ട്യം, അവിടെ പവർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു ഈഗോ ആണ്, അവിടെ കറക്റ്റ് ആയിട്ടല്ല കാര്യങ്ങൾ നടന്നിരുന്നത് എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. സാബു ആണെങ്കിലും ശ്വേതയാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട് അവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച്. ശ്വേത വന്ന് കയറിയ സമയത്താണ് അവിടെ അത്രയും വലിയ വഴക്ക് ജാസ്മിനും റസ്മിനും തമ്മിലുണ്ടായത്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പവർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പവർ ടീം എയറിലായിരിക്കും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ലാലേട്ടൻ എന്തായാലും അത് ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തുകൊണ്ട് നല്ല ഓണേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ അത് ചെയ്തില്ല എന്നൊരു ചോദ്യം അവിടെ തീർച്ചയായിട്ടും വരും. അതിനുള്ള ഉത്തരം എന്തായാലും കൊടുത്തേ പറ്റൂ. എന്തായാലും പവർ ടീം ഭയങ്കര അഹങ്കാരത്തോടു കൂടിയാണ് ബിഗ് ബോസ് അവിടെ കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പോലും സംസാരിച്ചിട്ട് പോലും അവര് അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവും അവരുടെ കാര്യങ്ങളിൽ അവർ വരുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പവർ ടീമിനെ കൺഫെഷൻ റൂമിൽ വിളിച്ച് ബിഗ് ബോസ് അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു, നിർദ്ദേശിച്ചു, പിരിച്ചു വിട്ടവരെ തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും അവരുടെ ഒരു കാര്യത്തിൽ അവർ മാറ്റം വരുത്താനായിട്ട് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ലാലേട്ടന്റെ അടുത്ത് നിന്ന് അവർക്ക് ആ ചോദ്യം നേരിടണം, അതിനുള്ള ഉത്തരം അവർ കൊടുക്കണം. പവർ ടീമിനെ ചോദ്യം ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അവർക്ക് അവിടെ ഒരു വാണിംഗിന്റെയും ആവശ്യകതയുണ്ട്.